ഇത് തന്നെയാണ് ഈ ഫാമിലിയിലും നടന്നിട്ടുള്ളത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 ദിവസമായിട്ട് യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എവിടെ നോക്കിയാലും ഉപ്പും മുളകും ലൈവ് ചാനലിലെ ഇളയ കുട്ടിയായ നന്ദന ഒളിച്ചോടിപ്പോയി എന്നുള്ള വാർത്തകളും തംബ്നെയിൽസും ഫോട്ടോസും ഒക്കെയാണ്. ഈ ഒരു ഫാമിലി അറിയാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കത്തില്ല. ഇനി അറിയാത്തവരാണെങ്കിൽ കൂടി ഒരു 3 വർഷം മുന്നേ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഇതേ ഒരു സംഭവത്തെ ചൊല്ലി 3 വർഷം മുന്നേ ഇവർ ഭയങ്കര വൈറലായിരുന്നു. അപ്പം മൊത്തത്തിൽ ഇവരൊരു വൈറൽ ഫാമിലിയാണ്. ഇവരുടെ ജീവിതശൈലിയാണെങ്കിലും ഇവരുടെ ചിന്താഗതികളാണെങ്കിലും ഇവരുടെ ചില രീതികളൊക്കെ ആണെങ്കിലും നമ്മളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ചിലർ ചോദിക്കും, ഇതെന്താ നിങ്ങൾക്ക് പറയാൻ അധികാരം എന്ന്? നമ്മളിതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവർ നേരം വെളുത്ത് എഴുന്നേൽക്കുന്ന സമയം മുതൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ലോഗാണല്ലോ. അപ്പം ഇവരുടെ എല്ലാ കാര്യങ്ങളും ഏകദേശം ഇവരെക്കുറിച്ച് നമുക്കറിയാം. ഇവരുടെ ചില ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 വർഷം മുന്നേ, 3-4 വർഷം മുന്നേ ഈ ഒരു ഫാമിലി ചാനൽ ഭയങ്കര വൈറലായിരുന്നു. ഈ 2 പെൺകുട്ടികൾ കഴിഞ്ഞാൽ ഒരുപാട് ഏജ് ഗ്യാപ്പിന് ശേഷമാണ് താഴത്തെ ഇളയ 2 കുട്ടികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ മുതിർന്ന കുട്ടി അഞ്ജന അനിൽകുമാർ എന്ന് പറയുന്ന പെൺകുട്ടി അന്ന് വിവാഹം നിശ്ചയിച്ച് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം, എനിക്ക് തോന്നുന്നു നിശ്ചയമൊക്കെ എൻഗേജ്മെന്റ് ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ആയിട്ടാണ് നടത്തിയിരുന്നത്. അതിനു മുമ്പ് തന്നെ പല വീഡിയോസിലും ഈ പെൺകുട്ടിയുടെ ഫിയാൻസെ, അതായത് പ്രതിശ്രുത വരൻ, അവരുടെ ഫോട്ടോസും അവർ തമ്മിലുള്ള അതായത് വീഡിയോ കോളിൽ സംസാരിക്കുന്നത് പോലും ഇവർ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇവർ തമ്മിൽ നല്ല ടെലിഫോണിക് കമ്മ്യൂണിക്കേഷനും എൻഗേജ്മെന്റ് വരെ എത്തിക്കണമെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരു 50% സമ്മതമാണെന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പം എൻഗേജ്മെന്റ് ഒക്കെ ഗ്രാൻഡ് ആയിട്ട് നടത്തിയതിന് ശേഷം മറ്റേതോ ഒരു പയ്യനുമായിട്ട് ഈ പെൺകുട്ടി ഒളിച്ചോടി പോവുകയാണ് ചെയ്തത്. അന്ന് ഇവർക്കെതിരെ നല്ല രീതിയിലുള്ള സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ടായിരുന്നു. സൈബർ ബുള്ളിങ് എന്ന് പറയാൻ പറ്റത്തില്ല, റിയാക്ട് ചെയ്തുകൊണ്ട് പല ആളുകളും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ 1-2 ആളുകൾ, വിരലിലെണ്ണാവുന്ന ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം വന്നുപോയി. കാരണം എനിക്ക് പലപ്പോഴും ഇവരുടെ കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഒരു ഫാമിലിയിൽ നല്ല രീതിയിലുള്ള അന്ധത തളം കെട്ടി നിൽപ്പുണ്ട്. ഈ അന്ധതയ്ക്ക് പിന്നിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷന്റെ അഭാവം. വിദ്യാഭ്യാസം എന്ന് പറയുന്നൊരു സംഭവം അവിടെ ഇല്ല. അത് കൊടുക്കാനൊട്ട് ഈ അമ്മ സമ്മതിക്കത്തുമില്ല. കാരണം ഞാനിത് പറയുമ്പോൾ ആരെങ്കിലും ഒപ്പോസ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പഴയ ചാനൽസ് പോയി നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു മൂത്ത പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിച്ച ആ സമയത്ത് അവളുടെ വിവാഹ കാര്യങ്ങൾ റിവീൽ ചെയ്തൊരു വീഡിയോയിൽ ഈ അമ്മ പറയുന്നുണ്ട്, ആരോ കമന്റ് ചെയ്ത് ചോദിച്ചു അത്രേ, അതായത് പെൺകുട്ടിയെ പഠിപ്പിക്കണ്ടേ, അവൾ പഠിക്കുന്ന പ്രായമാണല്ലോ, അപ്പൊ ജസ്റ്റ് 18 അവൾ എത്താൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് അവൾക്ക് 17 വയസ്സായിരുന്നു പ്രായമെന്ന് തോന്നുന്നു. അപ്പം 18 എത്തുന്ന ആ സമയത്ത് ഇവർ കെട്ടിക്കും. അപ്പോൾ ആരും ഇങ്ങനെ കമന്റിൽ ചോദിച്ചു, ഈ പെൺകുട്ടിയെ പഠിപ്പിക്കണ്ടേ എന്നുള്ള ചോദ്യത്തിന് വളരെ റിബലായിട്ടാണ് ഈ ഒരു അമ്മ ആൻസർ കൊടുക്കുന്നത്. അതായത് ഭയങ്കരമായ രീതിയിൽ ഒപ്പോസ് ചെയ്തുകൊണ്ടാണ്. അതായത് എന്തിനാ എഡ്യൂക്കേഷൻ, കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും പഠിക്കാമല്ലോ വേണമെങ്കിൽ. ഇനി എൻ്റെ ഒരു അനുഭവം വെച്ച് വിവാഹ ജീവിതത്തിന്, വിദ്യാഭ്യാസത്തിന് യാതൊരു കാര്യമൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ എല്ലാ കാര്യങ്ങളും റെഡിയായി ഇരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ പെൺകുട്ടിയെ കെട്ടിക്കുന്നു എന്നുള്ള രീതിയിൽ വളരെ ശക്തമായി ഒപ്പോസ് ചെയ്യായിരുന്നു എഡ്യൂക്കേഷനെ കുറിച്ച് ഈ അമ്മ. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഈ അമ്മയ്ക്കും വിദ്യാഭ്യാസമില്ല, ഈ അമ്മ ഈ മക്കളെ വിദ്യാഭ്യാസം കൊടുക്കുന്നതുമില്ല. ശക്തമായിട്ട് ഇവരതിനെ ബ്ലോക്ക് ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഏത് കുട്ടികൾക്കാണ് പഠിക്കാൻ ഇങ്ങനെ ജനിക്കുമ്പോൾ മുതലേ എനിക്ക് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക് അവരുടെ ചിന്താഗതികൾ വരുന്നത്? ഒരു 7th 8th വരെയൊക്കെ നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം ഭയങ്കര പഠിത്തമായിരിക്കും. പക്ഷേ ഒരു ടീനേജ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും പഠിത്തത്തിൽ നിന്ന് ഇച്ചിരി ഒന്ന് പിന്നോട്ട് മാറി നമുക്കിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കാനൊക്കെ ഇഷ്ടം തോന്നും. അത് കഴിഞ്ഞ് ഒരു 12th ഒക്കെ പാസ്സായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ചെറിയ ജോലിയാണെങ്കിലും കുഴപ്പമില്ല, മന്ത്ലി സാലറി മതി എന്ന് പറഞ്ഞിട്ട് പഠിത്തം സ്റ്റോപ്പ് ചെയ്ത് ജോലിക്ക് പോകാൻ വേണ്ടി തുടങ്ങും. ആ സമയത്തൊക്കെ നമ്മുടെ അമ്മമാർ, നമ്മുടെ പാരൻസ് അല്ലേ, നമ്മുടെ ഫാമിലി പുഷ് ചെയ്യും. അത് പറ്റത്തില്ല, നീ വിദ്യാഭ്യാസമാണ് ഏറ്റവും വലുത്, ഇനി അങ്ങോട്ട് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല, പഠിച്ചല്ലാതെ ഈ വീട്ടിനകത്ത് കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്ന അമ്മമാരുള്ള ഈ കേരളത്തിൽ ഓടുവണ്ണായിട്ട്, അതായത് നമ്മളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചിന്താഗതിയുള്ള ഒരു അമ്മയെ ഞാൻ ഈ ഉപ്പുമുളക് ലൈറ്റ് എന്നുള്ള ഫാമിലി ചാനലിലാണ് കണ്ടത് കേട്ടോ. അതായത് ആ അമ്മ പറയാണ്, എന്തിനാണ് വിദ്യാഭ്യാസത്തിന് എന്ത് പ്രയോജനമാണ് ഉള്ളത്, ഞാൻ ഇത്രയല്ലേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം വളരെ ശക്തമായിട്ട് അവർ ഒപ്പോസ് ചെയ്യും. അതായത് ആ പെൺകുട്ടികൾക്ക് ഇവർ വിദ്യാഭ്യാസം കൊടുക്കാൻ താല്പര്യമില്ല. മാത്രമല്ല പലപ്പോഴും ഇവരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, 18 വയസ്സായപ്പോഴാണല്ലോ മൂത്ത പെൺകുട്ടി ഒളിച്ചോടി വിവാഹം കഴിച്ചത്. പക്ഷെ അതിനും 3-4-5 വർഷങ്ങൾക്ക് ഈ കോവിഡിൻ്റെയൊക്കെ സമയത്തെ ഈ പെൺകുട്ടികളെ മിക്ക വീഡിയോസിലും
നവവധുവിനെ പോലെ ഒരുക്കി നിർത്തുമായിരുന്നു. അതായത് വസ്ത്രധാരണം അല്ലെങ്കിൽ ഒരുങ്ങിക്കെട്ടി പോവുക എന്നുള്ളതൊക്കെ അവനവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ് അല്ലേ. പക്ഷെ ഈ അമ്മ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് നടത്തുന്നത് പോലെ, ഒരു എന്നാ പറയുന്നത്, പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി സോഷ്യൽ മീഡിയയിൽ മുന്നിൽ നിർത്തുക, അതിൽ നിന്നും ഒരുപാട് കോമൻസ് കിട്ടുക, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ 16-15 വയസ്സുള്ള പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ടീനേജ് ആണല്ലേ, അവർക്ക് കണ്ണിങ്ങനെ മഞ്ഞളിച്ചിരിക്കുന്ന ഒരു പ്രായമായിരിക്കും. അവരിങ്ങനെ നവവധുവിനെ പോലെ ഒരുങ്ങി നിൽക്കുന്ന, മാത്രമല്ല ഇല്ല ഉപ്പില്ലാത്ത കറിയിലേക്ക് ഉപ്പിടുമ്പോൾ ഭയങ്കര സ്വാദാണല്ലോ. അപ്പം ഉപ്പിനെ പോലെ കുറേ കോമൻസും അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്, കുഞ്ഞൻ അല്ലെങ്കിൽ അഞ്ജന ഇങ്ങനെ ഈ കല്യാണ രൂപത്തിലൊക്കെ വരുമ്പം, കല്യാണ പെണ്ണിൻ്റെ രൂപത്തിൽ വരുമ്പോൾ സുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഉള്ളിലും ആഗ്രഹങ്ങൾ ഇങ്ങനെ മുള പൊട്ടിക്കുകയാണ്. സാധാരണ ആ സമയത്തൊക്കെ പഠിക്കേണ്ട സമയത്ത്, ഈ കോവിഡ് ആ സമയത്തൊക്കെ ഓൺലൈൻ ക്ലാസ്സും അതൊക്കെ ആയിട്ട് കുട്ടികൾ തിരക്കായിരിക്കുന്ന സമയത്ത്, തിരക്കെന്ന് പറയാൻ പറ്റില്ല, കളിക്കുകയും ചിരിക്കുകയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഈ പെൺകുട്ടികളെ, അതായത് 10-14 വയസ്സിൽ വലിയ പെണ്ണുങ്ങളെ പോലെ, നവവധുക്കളെയൊക്കെ പോലെ ഒരുക്കി കെട്ടി ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ പെൺകുട്ടികളെ കൊണ്ട്, അതായത് ഒരു ബിസിനസ് റൺ ചെയ്യിപ്പിക്കുന്നു, അതായത് ഇവരുടെ യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഒക്കെ റൺ ചെയ്യിപ്പിക്കുന്നത് ഈ പെൺകുട്ടികളെ നിർത്തിയാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ ഒരു ഫാമിലിക്കുള്ളിലുള്ള അന്ധതയ്ക്ക് പിന്നിൽ വിദ്യാഭ്യാസത്തിന്റെ പര്യാപ്തത തന്നെയാണ് കേട്ടോ. ഇവരുടെ ഈ തീരുമാനങ്ങൾക്കൊക്കെ പിന്നിൽ ഇനി ഇവർ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിരുന്ന് വിദ്യാഭ്യാസത്തിന് പ്രയോജനമൊന്നും ഇല്ല എന്ന് പറയുമായിരിക്കുമോ? കാരണം ഏറ്റവും വലിയ ഉദാഹരണം സംഗീത എന്ന് പറയുന്ന ആ അമ്മ തന്നെയാണ്. എനിക്ക് തോന്നുന്നു അവർ 10-16 വയസ്സിലെങ്ങാണ്ട് വിവാഹം കഴിച്ചത്. അവർ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചെറിയ പ്രായത്തിൽ വിവാഹം ചെയ്തു, എനിക്ക് മക്കളായി, ഞാൻ നന്നായിട്ട് ജീവിക്കുന്നില്ലേ. അല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ താളപ്പിഴകൾ, ഇത്രയേറെ നെഗറ്റീവ്സ്, അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ സംഭവിച്ചതിൻ്റെ പിന്നിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കുറവാണ്, നിങ്ങളുടെ അന്ധതയാണ്. കാരണം തീരുമാനങ്ങൾ, വ്യക്തമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വിവരമുണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും ചിന്തിക്കുകയും മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യുന്നൊരു കാര്യമുണ്ട്. വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേണ്ടത് ഫിനാൻസ് അല്ല, അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലമോ ഒന്നുമല്ല, അതൊക്കെ ഒരു ഭാഗമാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് വിദ്യാഭ്യാസം എന്നുള്ളൊരു കാര്യമാണ്, എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾക്ക് ചിലരില്ലെങ്കിലും മനസ്സിലായി കാണും അല്ലേ. അതായത് നമ്മുടെ വിവാഹ ജീവിതം കഴിഞ്ഞാണല്ലോ നമ്മുടെ ജീവിതം അങ്ങോട്ട് തുടങ്ങേണ്ടത്. ഈ സംഗീത എന്ന് പറയുന്ന ഈ ഒരു അമ്മയ്ക്ക്, ഈ ഉപ്പുമുളകും ചാനലിലെ ആ അമ്മയ്ക്ക് വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാനോ, മുന്നിൽ നിൽക്കുന്ന ആളുകൾ സ്വന്തം മക്കളാണെങ്കിൽ പോലും അവരെ കബളിപ്പിക്കുന്നതോ തിരിച്ചറിയാൻ പറ്റാതായി പോയത് അവരുടെ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ അവരുടെ അന്ധത കാരണം മാത്രമാണ്. ഈ സ്ത്രീ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, വിവാഹം കഴിഞ്ഞാൽ എന്തിനാണ് പഠിക്കുന്നത്, വേണമെങ്കിൽ പഠിക്കട്ടെ എന്നുള്ളത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം വിദ്യാഭ്യാസം ഇല്ലെങ്കിലും നമുക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റും, പക്ഷേ സാധാരണ ഒരു അറിവ് കൊണ്ട് ജീവിക്കാനേ പറ്റത്തുള്ളൂ. വിദ്യാഭ്യാസം നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ വന്നിരുന്ന നമ്മളോട് ഫേക്ക് ആയിട്ട് സംസാരിക്കുന്ന ആളെ തിരിച്ചറിയണമെങ്കിൽ, ആ പറയുന്നത് ഫേക്കാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് നമുക്ക് ചിന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി, അത് തിരിച്ചറിയാനുള്ളൊരു ബോധം വേണമെങ്കിൽ വിദ്യാഭ്യാസം എന്നൊരു സംഭവം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ചാനലിനെയും ആ ഫാമിലിയെയും കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഇവരുടെ, അതായത് ഈ സംഗീത എന്ന് പറയുന്ന ഈ അമ്മ ഈ ഒരു സംഭവം, അതായത് ഈ ഇളയ പെൺകുട്ടി ഒളിച്ചോടി പോയതാണെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്ന വൻ വീഴ്ചകൾക്ക് പിന്നിൽ ഇവരുടെ അന്ധത മാത്രമാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ പിന്നോട്ട് തിരിഞ്ഞ് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഒരു പെൺകുട്ടി വളർന്നു വരുന്നുണ്ട്, ഒരു മകൻ വളർന്നു വരുന്നുണ്ട്, തീരെ ചെറിയ കുട്ടികളാണ്, 5-6 വയസ്സുള്ള, അവർക്കെങ്കിലും നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ബോധം ഈ 2 സംഭവങ്ങളിൽ നിന്നും ഈ അമ്മയ്ക്ക് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. മൂത്ത പെൺകുട്ടി ഇറങ്ങിപ്പോയ സമയത്ത് ആ പ്രോബ്ലം, ആ വലിയ സൈബർ ബുള്ളിങ്ങിനെയും വലിയ പ്രശ്നങ്ങളെയും ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഫേസ് ചെയ്ത് പലപ്പോഴും വെങ്ങിപ്പൊട്ടി പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും അവൾ ആ സംഭവങ്ങളൊക്കെ കണ്ടിട്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നിന്റെ വിദ്യാഭ്യാസത്തിന്റെ കുറവ് തന്നെയാണ്. പിന്നീട് എപ്പോഴെങ്കിലും ജീവിതം പഠിപ്പിക്കട്ടെ. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഫിസിക്സും കെമിസ്ട്രിയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് വിവാഹ ജീവിതത്തിൽ എന്ന് പറയുന്നവർ, നിങ്ങൾക്ക് തെറ്റിപ്പോയി. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെ അറിഞ്ഞ് ജീവിക്കണമെങ്കിൽ, സാഹചര്യങ്ങളെ മനസ്സിലാക്കി ജീവിക്കണമെങ്കിൽ ഒരു വിവേക ബുദ്ധി ഉണ്ടായിരിക്കണം. അത് വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഈ പെൺകുട്ടി ചെയ്തത് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇതൊരു രഹസ്യ വിവാഹമാണെങ്കിൽ ഈ ഒരു സംഭവം നടന്നപ്പം എനിക്ക് അഞ്ജന എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്തത്, അത് ഇച്ചിരിയെങ്കിലും ആശ്വസിപ്പിക്കാമല്ലോ എന്ന് ചിന്തിച്ചു പോയി. കാരണം 7-8 വർഷം കൊണ്ട് ഇവരുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനാണ് ഈ ഷിബിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ കുറച്ചെങ്കിലും ആ വ്യക്തി ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ ഈ ഇളയ പെൺകുട്ടിയുടെ ഈ ഒരു വിവാഹാലോചന വന്നത് തന്നെ മാട്രിമോണിയൽ സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബ്രോക്കർ വഴിയൊക്കെ ആയിരുന്നു. അതിനർത്ഥം തികച്ചും സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, ഒരു സ്ട്രെയിഞ്ചറാണ് അദ്ദേഹം അല്ലേ. അദ്ദേഹത്തിൻ്റെ ഫാമിലിയെക്കുറിച്ചോ ആ വ്യക്തിയെക്കുറിച്ചോ അവർക്ക് അറിയത്തില്ല. വെറും 3-4 മാസത്തെ പരിചയം കൊണ്ട് മാത്രം പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ തെറ്റ്
സംഭവിച്ചു, എന്താണെങ്കിലും മനോഹരമായിട്ട് തന്നെ പോകട്ടെ. ഇത് കോണ്ടന്റ് വേണ്ടിയിട്ടാണോ അല്ലാത്തതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവർക്ക് വിദ്യാഭ്യാസം എന്നൊരു സംഭവത്തെ ഇവർ കഠിനമായി ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇവർക്ക് അതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വരുന്ന താളപ്പിഴകൾ കണ്ടെങ്കിലും ഇളയ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് 18 വയസ്സ് ഇനി അവർ കാത്തിരിക്കുകയാണ്. ഇളയ കുട്ടികൾ 18 വയസ്സാകാൻ വേണ്ടിയിട്ട് അവരുടെ വിവാഹം ഗ്രാൻഡായിട്ട് നടത്തണം. ദയവ് ചെയ്ത് ആ അമ്മ ഇത് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റിവെക്കുക. അവരെ പഠിപ്പിക്കുക. നിങ്ങൾക്ക് ആരോഗ്യം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുക. അവർക്ക് ഒരു വ്യക്തിത്വം ഉണ്ടാകട്ടെ. അതിനുശേഷം അവരുടെ കാര്യങ്ങൾ അവർ നോക്കട്ടെ. ഇപ്പം നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും, പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയൊക്കെ പറ്റിയതെന്ന്. വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ട് മക്കൾ ഒളിച്ചോടി പോയി എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയാൻ പോകുന്നത്. അവരുടെ ആ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നല്ല റീച്ചുള്ള ഒരു ചാനലാണ് അല്ലേ. പക്ഷേ ഇവരുടെ ഓരോ, അതായത് ബർത്ത്ഡേസ് ആണെങ്കിലും ഇവരുടെ ഫങ്ഷൻസ് ഒക്കെ ഇവർ വളരെ ഗ്രാൻഡായിട്ട് ഭയങ്കരമായിട്ട് ആഡംബരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന, അങ്ങനെ ജീവിക്കുന്ന ഒരു ടീമാണ്. അതായത് സേവ് ചെയ്യാൻ ഇവർക്ക് അറിയത്തില്ല. അതും ഈ പറയുന്നത് ഒരു അന്ധത കാരണം തന്നെയാണ്. കിട്ടുന്ന പൈസകളൊക്കെ എങ്ങനെയെങ്കിലും ഫുഡ് അടിച്ചും നല്ല രീതിയിൽ വസ്ത്രങ്ങൾ ധരിച്ചും ആഘോഷങ്ങളിൽ പങ്കെടുത്തും കല്യാണങ്ങൾക്ക് പോയും ഒക്കെ പൈസ തീർക്കുക എന്നുള്ളൊരു കാര്യം. ഇപ്പം നിങ്ങൾ ആലോചിക്കും അവരുടെ വരുമാനം നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്ന്. അതായത് ഈ കല്യാണങ്ങളും ഇതൊക്കെ വരുന്ന സമയത്ത് ഇവർ വന്നിരുന്നത്, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു 2-3 ആഴ്ച മുന്നേ ഇവരൊരു വീഡിയോ ഇട്ടു. അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കണം, ഞങ്ങളുടെ കയ്യിൽ കല്യാണം നടത്താൻ പാകത്തിനുള്ള പൈസയൊന്നും ഇല്ല എന്നിവർ പറയുന്നുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെന്താ പൊട്ടന്മാരാണോ? നമ്മളപ്പോൾ ചിന്തിക്കത്തില്ലേ പൈസ ഇല്ലെന്നോ, അപ്പോൾ ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസയോ എന്ന് നമ്മൾ ചിന്തിക്കും. മൂത്ത കുട്ടിയുടെ ആ ഒരു ഒളിച്ചോടിയ വിവാഹത്തിന്റെ ആ സമയത്ത് ആ പെൺകുട്ടിയും പയ്യനും എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടതിൽ ആ പെൺകുട്ടി പറയുന്നുണ്ടായിരുന്നു, അമ്മ ഷെബിന്റെ കയ്യിൽ നിന്ന് ധാരാളം പൈസ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചൊരു കാര്യം, അപ്പോൾ ഇവർക്ക് ഈ ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസയോ? കാരണം ഇവർക്കിത് തികയുന്നില്ല. മാക്സിമം അടിച്ചു പൊളിച്ച് വസ്ത്രം വാങ്ങിച്ച് തീർക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതായത് ഈ പെൺകുട്ടികളെ 14-15 വയസ്സിലൊക്കെ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് നടത്തുകയാണ്. നല്ല വിലയുള്ള സാരി ആഭരണങ്ങളൊക്കെ ഇടിയിപ്പിച്ച്, സ്വർണ്ണമല്ല എന്താണെങ്കിലും പൈസ കൊടുക്കണമല്ലോ, ഇതൊക്കെ ഇടിയിപ്പിച്ച് ഈ പെൺകുട്ടികളെ ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് നിർത്തുക. അല്ലെങ്കിൽ ഇതിൽ നിന്നും ചാനലിന് ഇൻകം നേടിയെടുക്കുക. ആ കിട്ടുന്ന പൈസ അങ്ങനെ തന്നെ അടിച്ചു പൊളിച്ച് കളയുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അന്ധത. കയ്യിൽ കിട്ടുന്ന വരുമാനത്തെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം. ഇല്ല എങ്കിൽ ഓട്ടക്കയ്യിൽ വെള്ളമൊഴിച്ചതുപോലെ ഇരിക്കും. മനസ്സിലായില്ലേ? പല ആളുകൾക്കും ലോട്ടറി അടിക്കാറുണ്ട്. ഒരു ഉദാഹരണം പറയാം കേട്ടോ. മിക്കപ്പോഴും സാമ്പത്തികമായി ഒരുപാട് താഴേക്കിടയിലുള്ള ആളുകൾക്കാണ് ലോട്ടറി അടിക്കാറുള്ളത്. അതിൽ 1-2 പേർ സേവ് ചെയ്തു നല്ല രീതിയിൽ എത്തി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി 99% ആളുകളും ലോട്ടറി അടിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു അവരുടെ ജീവിത രീതികൾ, അവസ്ഥ, അതിനേക്കാളും തീരെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. കാരണം അവർക്ക് അറിയത്തില്ല ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന്. കയ്യിൽ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ വരുമാനത്തെ എങ്ങനെ ഇവർക്ക് ഉപയോഗിക്കണം, എത്ര ഇവർക്ക് സേവ് ചെയ്യണം എന്ന് ഒരു ബോധം വരണമെങ്കിൽ വിദ്യാഭ്യാസം എന്നൊരു സംഭവം ഇല്ലാതെ പറ്റത്തില്ല. ഇതുതന്നെയാണ് ഈ ഫാമിലിയിലും നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും ഇനിയാണെങ്കിലും ഈ അമ്മയുടെ ചിന്താഗതിയിലൊക്കെ ഒരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുകയാണ്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിലും നന്നായി ജീവിക്കട്ടെ. പക്ഷേ തീരുമാനം വളരെ തെറ്റായിപ്പോയി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.